നല്ല സൂപ്പർ തേക്കാ. മുറിച്ച് വിറ്റ് എങ്ങനെ അടിച്ചാലും 1 ലക്ഷം രൂപ കിട്ടും. ഒപ്പിക്കാന്ന് സാറേ, ആരെ ഞങ്ങൾ ഈ വഴി കൂടെ പോയപ്പോഴേ സാറിൻ്റെ പറമ്പിൽ നല്ലൊരു തേക്ക് നിൽക്കുന്ന കണ്ടായിരുന്നു. അത് വിൽക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. പറമ്പിലെ തേക്ക് വിറ്റ് കാശ് വാങ്ങാനോ? നാട്ടുകാരറിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ കേട്. അത് വരുന്ന വഴിക്ക് നാട്ടുകാർ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. എന്നാ ഞങ്ങൾക്ക് കേടാണെന്നോ? അയ്യോ അല്ല, ജന്മിമാരാന്ന് അല്ലേ സാറേ. ഞങ്ങൾക്ക് മരം മുറിച്ച് വിൽക്കുന്ന ജീവിതമാർഗം. ആ റോഡിൻ്റെ സൈഡിലുള്ള തേക്കുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ നല്ലൊരു വിലയും തരാം. ഞങ്ങൾക്കൊരു കച്ചവടമാകും. എന്നാ തരും? 20,000. എന്നാ തേക്കല മതിയോ? തേക്ക് വേണ്ടേ? 1 ലക്ഷത്തിന് മാത്രം കയറ്റിപ്പിടിയടാ. 25,000. കിട്ടിയാൽ ഒരു തേക്ക് അല്ലെങ്കിൽ ഒരു ഊക്ക് അല്ലയോ? അയ്യോ അങ്ങനല്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 30,000 സാറ് കനിയണം. ദേ തുക മൊത്തം ഉണ്ട് 30,000 കാശായിരുന്നു. നാളെ രാവിലെ ഒന്ന് ഞങ്ങൾ വെട്ടിക്കോളാം. 1 ലക്ഷം രൂപയുടെ മുതലാ 30,000 രൂപയ്ക്ക് വിറ്റേക്കുന്നത്. അയാളെ മനസ്സ് മറന്നു വരുമ്പോൾ നാളെ തന്നെ അത് വെട്ടണം. നാളെ പറമ്പ് വെളുപ്പിക്കണം. വട്ടട്ടെ. ഇതെന്നാ അതന്നെ മയ്യാഞ്ഞിട്ടാ. എടാ, നീ ആ ചെടി നനച്ചു കഴിഞ്ഞെങ്കിൽ പോയാ ചാണകം കൊറണ. രാവിലെ പണിയില്ലെന്ന് പറഞ്ഞ് കയറി വന്നിട്ട് ഇപ്പൊ കയറി കിടക്കുവാണ്. ഇവിടുത്തെ അടിമപ്പണി ഞാൻ നിർത്തി. 500 കൂണുവേം തരാം അയാൾ. ജോയി കാശ് കണ്ടു തന്നവനോട്. എടാ ജോയ്, എന്നാണ്ട്? നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു? നീ എന്നെ ഫോൺ എടുക്കാത്ത? ഓ, ആ തേക്കിന്റെ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് കറങ്ങി. ബാറുകളായ ബാറുകൾ മുഴുവൻ ഒരു ശൈന പ്രതീക്ഷണം. എന്നാ വൈകിട്ട് ഷാപ്പിൽ കാണാം. ഓ, കൊന്നയ്ക്ക് വിലയില്ലടാ, ഞാൻ എടുത്തിട്ടുള്ള മുതലാളിയുടെ തേക്ക്. ആശാനെ, നാളെ തന്നെ തേക്ക് വെട്ടാന്ന് ഞാൻ മുതലാളിക്ക് അഡ്വാൻസ് കൊടുത്തു. പാഴ്ച 1 ആയി. ഇതുമാതിരി തേക്ക് വെട്ടാൻ മുതലാളിയുടെ അടുത്ത് ചെന്ന് കാണും. ഞാൻ അവന്മാർക്ക് ഒട്ടിച്ചാന്ന് മനസ്സിലായും കാണും. ഹലോ ദൈവമേ, എന്താടാ സാറ് കണ്ടിട്ടൊരു പരിഗണി കഴിയാ? അണ്ണാ, ഈ മുതലാളിമാരോടൊക്കെ ഇങ്ങനെയാ. ഒരു വാക്ക് പറഞ്ഞ പിന്നെ വാക്കായിരിക്കണം. ഇവന്മാരിങ്ങനെയാ. അപ്പോൾ ഉറപ്പിച്ചു. അവന്മാർ മുതലാളിയെ കണ്ടു. വളഞ്ഞിട്ട് തല്ലാനുള്ള പ്ലാനാ. എന്നാടാ പുള്ളി നമ്മളെ കണ്ട് തിരിഞ്ഞു കിടക്കുന്നേ? നമ്മളെ സമയത്തില്ലാത്തതുകൊണ്ട് തേക്ക് നമുക്ക് തരേണ്ടത് വല്ലതും വെച്ച് കാണുവാ. 1 ലക്ഷം രൂപയുടെ മുതലാ. പോയി കാലേ വീണാലോ? അപ്പോൾ അടി ഫിക്സ്. ഓടിച്ച് കാലേ വീഴണ. സാറേ, മുതലാളി, മുതലാളി ഇതൊരു 10,000 രൂപയും കൂടെ ഉണ്ട്. തേക്ക് ഞങ്ങൾക്ക് തന്നെ തരണം. നാളെ രാവിലെ തന്നെ നിങ്ങൾ വെട്ടിക്കോളാം. അതെ, അണ്ണനെ പറ്റിക്കാം. പക്ഷെ എന്നെ മണ്ടരാക്കാൻ നോക്കണ്ട. എന്താ സത്യം പറ, സാറ് PT ഉഷയുടെ ബന്ധുവല്ലേ? ചെറുതായിട്ട് എനിക്ക് അപ്പോഴേ തോന്നി. പോയിട്ട് മാനോട്ട് ഇരിക്കാൻ സമ്മതിക്കാല. എടാ, നീ ഇത് എവിടെ ആയിരുന്നു? ഞാൻ കഴിഞ്ഞ ആഴ്ച വിളിച്ചോ പറഞ്ഞില്ലേ, ആ പൊട്ടന്മാരൊരു 10 രൂപ കൊണ്ടുവന്ന് തന്നു. ഞാൻ ഒരാഴ്ച അങ്ങ് സൂചിച്ചു. എടാ, ഇനി അവന്മാര് തേക്ക് വെട്ടാത്തി മുതലാളിയുടെ തീരുമ്പോൾ അത് നിനക്ക് പണിയാവത്തില്ലേ? ഇനി അങ്ങനെ എനിക്ക് പണിയാവുന്നേ. എടാ, അവന്മാർ ഇങ്ങോട്ട് വന്ന് കാശ് കൊണ്ടുവന്നല്ലേ, അത് നിർബന്ധിച്ച്. ഞാൻ മുതലാളിയുടെ തെല്ലുവാണെ ചെല്ലട്ടെ. എനിക്കൊരുത്തരം പേടി. സാറേ, സാറോ നിന്നേ അയ്യോ, നിങ്ങളായിരുന്നു സാറങ്ങോട്ട് ഓടിയത്? എനിക്ക് ഷുഗർ ഉണ്ട്. അപ്പോൾ ഓടണം ഡോക്ടർമാർ. അതിനറിയോ, ഈ മേലരങ്ങാനും നിന്നിട്ടാ വീട്ടിലെ. സാറേ, ഞങ്ങൾ തേക്കിന്റെ ബാക്കി കാശ് തരാൻ വേണ്ടി വന്നാ. ബാക്കി കാശോ? ഞങ്ങൾ രാവിലെ തേക്ക് വെട്ടിയായിരുന്നു. എന്നിട്ട് തേക്ക് ഏറ്റു വിട്ടിട്ട് വരുന്ന വഴിയത്. അല്ല, എന്നിട്ട് ആരും ഒന്നും പറഞ്ഞൊന്നുമില്ലേ? അവിടെ ഒരു പാവം ചേച്ചി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചായയൊക്കെ കിട്ടുന്നു. പാവം അല്ലേ? പിന്നെ സാറേ, ബാക്കി 10,000 രൂപ കൂടെ ഉണ്ട്. നമ്മളെ മുള്ള ഇടപാട് തീർന്നു. വലിയ ഉപകാരം. എന്നാടി പറ. നിങ്ങളിത് എവിടെയാ? ഞാനേ ഒരു പണിയുടെ കൂലി വാങ്ങാൻ നിൽക്കുമായിരുന്നു. ഓ, നിങ്ങളാ പറഞ്ഞു വിട്ട കച്ചവടക്കാരല്ലേ? അവർ വന്ന് നമ്മുടെ പറമ്പിലെ മുഴുത്ത തേക്കും വെട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. കർത്താവ്, എന്റെ 2 ലക്ഷത്തിന്റെ ആദായം. മുതലാളിയുടെ 1 ലക്ഷത്തിന് തേക്ക് കാണിച്ചിട്ട് അവൻ നമുക്കൊന്ന് ക്ലാച്ച് ചെയ്തല്ലേ അല്ലേ? അപ്പൊ അവന്റെ 2 ലക്ഷത്തിന്റെ തേക്ക് നമ്മൾ തന്നെ വിൽക്കണ്ടേ? ഇതൊക്കെയാണ് നമ്മളെ മറ്റേ മുതലാളിയില്ലേ?
പുള്ളിക്ക് കമ്മീഷൻ കൊടുക്കണ്ടേ? അത് കൊടുത്തേക്കാം. പറ്റിയല്ലേ ആ 1 ലക്ഷം തേക്ക് തരുമോ എന്ന് ചോദിക്കാം. അത് ബിസിനസ്. നമ്മളൊരു ചോദിക്കരുത് ചോദിക്കുമല്ലേ. അത് ഇല്ലല്ല.